എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു മത്തങ്ങ പയറ് പരിപ്പ് പായസത്തിന്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നല്ല വിളഞ്ഞ മത്തങ്ങ ഏകദേശം 1 കിലോ 1.25 കിലോ അടുത്തുണ്ട് കേട്ടോ. അത്രയും മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത് കണ്ടല്ലോ, നന്നായിട്ട് തൊലിയെല്ലാം ചെത്തി ക്യൂബായിട്ട് കണ്ടല്ലോ, ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെക്കണേ. നല്ല വിളഞ്ഞ മത്തങ്ങ തന്നെ എടുക്കണേ, എന്നാലേ ആ മത്തങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഇപ്പം മത്തങ്ങ നമ്മൾ കറി വെച്ചൊക്കെ കഴിക്കും, പക്ഷേ ഈ പയറ് മത്തങ്ങ പായസം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിന് ഞാനൊരു 800 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര തന്നെ ഞാൻ ഉരുക്കാനിട്ടിരിക്കുകയാണ്. നല്ല കറുത്ത ശർക്കര എടുത്താൽ നല്ല പായസത്തിന് നല്ല പ്രഥമന്റെ കറുത്ത കളർ കിട്ടും കേട്ടോ. കണ്ടല്ലോ, ശർക്കരയെല്ലാം ഉരുക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ വടപ്പരിപ്പാണ്, അത് 1 പിടി, അതായത് 1/4 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയറാണ്, ഒരു 1/2 ഗ്ലാസോളം ചെറുപയറും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം മത്തങ്ങ കഴുകി ഞാനൊരു കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം തുമരപ്പരിപ്പുണ്ടല്ലോ, നമ്മുടെ വടപ്പരിപ്പ്, അതും ഇട്ടു, പയറും ഇട്ട് ഒരു 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് കണ്ടല്ലോ, കുറുകെ ഇങ്ങനെ വേവിച്ചെടുത്തു. ഒരു 4 വിസിൽ അടുപ്പിച്ചാൽ മതിയേ. അപ്പൊ പയറും മത്തങ്ങയും ഒരേ പരുവത്തിനും വേവും. ആ പരിപ്പ് ഒരു 1/4 ഭാഗവും വേവുമേ. ഈ പരുവത്തിനെ നമുക്ക് കിട്ടേണ്ടത്. ഇനി ചിരകിയ തേങ്ങയാണേൽ ഒരു 3 കണ്ടെയ്നർ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുക്കണം. 1-ാം പാൽ എടുക്കുമ്പം തേങ്ങ വെള്ളം ചേർക്കാതെ അരച്ച് വേണം പിഴിഞ്ഞെടുക്കാനേ. കേട്ടല്ലോ, 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാല് നല്ല കട്ടിക്കായിരിക്കണം, തിക്കായിരിക്കണേ. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയത് ചേർത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം. കാരണം പായസങ്ങളെല്ലാം വെക്കുമ്പോൾ ശർക്കര ചേർത്താണെങ്കിലും പഞ്ചസാര ചേർത്താണെങ്കിലും നമ്മൾ വെക്കുമ്പോൾ ഇത് കണക്ക് നെയ്യ് ചേർത്ത് കൊടുത്താൽ അടിക്ക് പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ആ ശർക്കര ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നപ്പം നമ്മൾ കണ്ടല്ലോ, ആ കുറുകി വെന്ത പയറും മത്തങ്ങയും കൂടെ പരിപ്പും കൂടെ ഉള്ള അതങ്ങോട്ട് ഉടച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്തു. ഭയങ്കരമായിട്ട് അങ്ങ് ഉടയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ആ ശർക്കരക്കകത്ത് വെന്ത് അലിഞ്ഞ് നല്ല പ്രഥമന്റെ പരുവം ആയിക്കോളും കേട്ടോ. കണ്ടല്ലോ, നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ കണ്ടല്ലോ, മത്തങ്ങയുടെ കഷ്ണം ഇങ്ങനെ ഉടയാതെ കിടപ്പുണ്ട്. പക്ഷെ നന്നായിട്ട് പായസം ഫിനിഷ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഉടഞ്ഞോളും. ഇപ്പം കുറുകി വന്ന സമയത്ത് ഞാൻ 3-ാം പാല് ചേർത്ത് കൊടുത്തേ. 3-ാം പാലൊക്കെ ഏകദേശം ഒരു 2 ഗ്ലാസ് പാലേ കാണത്തുള്ളൂ. ആ പരുവത്തിന് എടുത്ത് വെക്കണം കേട്ടോ. 3-ാം പാലും 2-ാം പാലും 2 ഗ്ലാസ് വീതമേ കാണത്തുള്ളേ. 1-ാം പാൽ ഏകദേശം 1/2 ഗ്ലാസ്സേ കാണത്തുള്ളൂ. കണ്ടല്ലോ, ഇപ്പം വീണ്ടും അത് കുറുകി വന്നു. അപ്പോഴത്തേന് ഞാൻ 2-ാം പാലും ചേർത്ത് കൊടുത്തേ. വീണ്ടും ഇത് കുറുകി വരട്ടെ. അപ്പോഴത്തേന് ആ പയറും മത്തങ്ങയും രണ്ടും രണ്ടായിട്ട് വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല. ആ പരുവത്തിന് വെന്തങ്ങ് ഉടഞ്ഞു ചേരുമേ. ഏകദേശം പറ്റി വന്ന സമയത്തേക്ക് ഞാൻ 1-ാം പാല് ചേർത്ത് കൊടുക്കുകയാണേ. കണ്ടല്ലോ, 1-ാം പാല് കുറുകിയ പാലായിരിക്കണം, വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം കേട്ടോ. കണ്ടല്ലോ, ഇപ്പൊ നല്ല പ്രഥമൻ ഏതാ മത്തങ്ങ പായസം ഏതാന്ന് തിരിച്ചറിയാൻ വയ്യാത്ത പരുവത്തിന് എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ആ വെന്ത് പറ്റി കഴിയുമ്പോഴത്തേനും നമ്മൾ ഒരു 10 ഏലക്കയോളം പൊടിച്ച് അതിൻ്റെ അകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കണേ. ഇപ്പൊ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞു വരാൻ വേണ്ടി നമ്മൾ 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിക്കുകയെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു വരും കേട്ടോ. ഇപ്പം പായസം സെറ്റ് ആയിട്ടുണ്ട്. ആ സമയത്തേക്ക് ഞാൻ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യിൽ അങ്ങോട്ട് വറുത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഒരു മണമുണ്ട് കേട്ടോ, നല്ല അടപ്രഥമനൊക്കെ വെന്തെടുക്കുന്ന ഒരു മണം. കണ്ടല്ലോ, ആ തിക്ക് കണ്ടോ, അതേ പരുവത്തിന് നമുക്ക് മത്തങ്ങ പായസം വെന്തെടുക്കാം. അതല്ല, ഇത് മത്തങ്ങ പായസം എന്ന് ആരേലും കണ്ടാൽ പറയാം, അത്ര ടേസ്റ്റാണ് കേട്ടോ. കണ്ടല്ലോ, പായസം അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇനി നമ്മൾ കോരി ചൂടോടെ അങ്ങോട്ട് കുടിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ പായസത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.